അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. അമ്മാ ബഅദ്. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ റബ്ബി സിദ്നാ ഇൽമാ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ മുഖ്തസറുൽ മആനിയുടെ 17ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹിമഹുല്ലാഹ് തുടർന്നുകൊണ്ട് പറയുന്നു, വയൻഹസിറു അത് ക്ലിപ്തമാകും, അൽ മഖ്സൂദ് മിൻ ഇൽമിൽ മആനി, അതായത് ഇൽമുൽ മആനിയിൽ നിന്നുള്ള മഖ്സൂദ്. ഇൽമുൽ മആനിയിൽ മഖ്സൂദും അല്ലാത്തതുണ്ട്, അതുകൊണ്ടാണ് അൽ മഖ്സൂദ് എന്ന് പറയാൻ കാരണം. അതിൽ പ്രധാനമായി ഉദ്ദേശിക്കപ്പെടുന്നത് അത് ഒതുങ്ങും ഫീ തമാനിയത്തി അബ്വാബിൻ, അത് 8 ബാബിലായിട്ട് മുൻഹസറാകും. 8 ബാബാണ് ഇതിൽ പ്രതിപാദിക്കുന്നത് ഇൽമുൽ മആനിയിൽ. അത് ഇൻഹിസാറൽ കുല്ലി ഫിൽ അജ്സായി, കുല്ല് അജ്സായിലുള്ള ഇൻഹിസാറാണ്. ഇൻഹിസാർ കുല്ല് എന്ന് പറഞ്ഞാൽ ഇൽമുൽ മആനി എന്ന് പറയുന്നത് ഈ 8 ബാബുകളുടെയും മജ്മൂഅനാണ്, അല്ലാതെ ഓരോ ബാബിനും ഇൽമുൽ മആനി എന്ന് പറയുന്നില്ല. ഉദാഹരണമായിട്ട് ഒരു കട്ടില് എന്ന് പറയുന്നത് അതിൻ്റെ കാലുകളും മറ്റ് മരക്കഷ്ണങ്ങളും അത് ബന്ധിപ്പിക്കാൻ വേണ്ട ആണിയോ മറ്റ് കാര്യങ്ങളോ കൂടിയതിനാണല്ലോ കട്ടിൽ എന്ന് പറയുന്നത്. അല്ലാതെ അതിൽ ഓരോ കഷ്ണത്തെ സംബന്ധിച്ചും കട്ടിൽ എന്ന് പറയില്ല എന്നതുപോലെ മജ്മൂഅനാണ്. ഈ 8 ബാബുകളും കൂടിയ മജ്മൂഅനാണ് ഇവിടെ ഇൽമുൽ മആനി എന്ന് പറയുന്നത്, അല്ലാതെ ഓരോ ബാബിനും ഇൽമുൽ മആനി എന്ന് പറയില്ല. ഇപ്പോൾ അഹ്വാലുൽ ഇസ്നാദുൽ ഖബരി, അല്ലെ അഹ്വാലുൽ മുസ്നദ്, അഹ്വാലുൽ മുസ്നദ് ഇലൈഹി, ഇങ്ങനെ 8 ബാബുകൾ പറയുന്നുണ്ട്. ഈ ഓരോ ബാബിനും എന്ത് പറയില്ല? ഇൽമുൽ മആനി എന്ന് പറയില്ല. ഈ 8 ബാബും കൂടി കൂടിയതിനാണ് ഇൽമുൽ മആനി എന്ന് പറയുന്നത്, മജ്മൂഅനാണ്. അതാണ് ഷാരി റഹിമഹുല്ലാഹ് പറയുന്നത് ഇൻഹിസാറൽ കുല്ലി ഫിൽ അജ്സായി ലൽ കുല്ലി ഫിൽ ജുസിയ്യാത്തി, കുല്ലി ജുസിയ്യാത്തിൽ മുൻഹസറായതല്ല. ഇപ്പോൾ കുല്ലി എന്ന് പറഞ്ഞാൽ പലതിൻ്റെ മേലും പറയാൻ പറ്റുന്നത് എന്നാണല്ലോ അർത്ഥം. ഇൻസാന് പോലെ. ഇപ്പോൾ കലിമത്ത് എന്നാൽ കുല്ലിയാണ്. ഇസ്മ്, ഫീല്, ഹർഫ് എന്നൊക്കെ അതിൻ്റെ അഫ്രാദാണ്. ഇസ്മ്, ഫീല്, ഹർഫ്. അപ്പം കലിമത്ത് എന്ന് ഇസ്മിനും പറയും, ഫീലിനും പറയും, ഹർഫിനും പറയും എന്നതുപോലുള്ള ഇൻഹിസാറല്ല. അപ്പോൾ ഓരോ ബാബിനും എന്ത് പറയില്ല? ഇൽമുൽ മആനി എന്ന് പറയില്ല. പിന്നെ ഏതുപോലെയാണ്? മജ്മൂനെ പറയും. ഈ 8 ബാബുകൾക്കും കൂടെ മൊത്തത്തിലെ ഇൽമുൽ മആനി എന്ന് പറയുകയുള്ളൂ എന്നർത്ഥം. ഇല്ല, അങ്ങനെയല്ലെങ്കിൽ കുല്ല് അജ്സായിൽ ഇൻഹിസാർ ആയതല്ല. പിന്നെ എങ്ങനെയാണ്? കുല്ലി ജുസിയാത്തിൽ ഇൻഹിസാർ ആയതുപോലെ ഇൻഹിസാർ ആണെങ്കിൽ ലസദഖ ഇൽമുൽ മആനി, ഇൽമുൽ മആനി എന്നത് സാദിക്കാകുമല്ലോ. അലാ കുല്ലി ബാബിൻ, എല്ലാ ഓരോ ബാബിനും പറയാൻ പറ്റുമല്ലോ. പക്ഷെ അങ്ങനെ പറയുന്നില്ല. അതുകൊണ്ട് എന്തല്ല? കുല്ലി അതിൻ്റെ ജുസിയാത്തിലുള്ള ഹസറല്ല, പിന്നെ കുല്ല് അതിൻ്റെ അജ്സായിലുള്ള ഹസറാണ്. ഇനി പറയുന്നത് അഹ്വാലുൽ ഇസ്നാദി, അഹ്വാലുൽ ഇസ്നാദിൽ ഖബരി. അഹ്വാലു എന്ന് വായിക്കാം, മഅദൂഫായ മുബ്തദന്റെ ഖബറായിട്ട്. അവ്വലുഹ അല്ലെ ഉലാഹ, അതിന്ന് ഒന്നാമത്തത് എന്താണ്? അഹ്വാലുൽ ഇസ്നാദിൽ ഖബരിയാണ്. അല്ലെ അഹ്വാലുൽ ഇസ്നാദിൽ ഖബരി എന്ന് വായിക്കാം, ഐനി എന്ന് മൻസൂബായിട്ട്. അല്ലെ ബദലായിട്ട് അഹ്വാലി എന്ന് വായിക്കാം, തമാനിയത്ത് അബ്വാബെന്ന് ബദലായിട്ട്. എന്തായാലും നമ്മളിപ്പോൾ അഹ്വാലുൽ ഇസ്നാദുൽ ഖബരി എന്ന് റഫോണ്ട് വായിക്കാം. ഒന്ന് എന്താണ്? ഒന്നാമത്തെ ബാബ്
ഇസ്നാദ് ഖബരിയിനെ സംബന്ധിച്ചുള്ള അഹ്വാലിനെ സംബന്ധിച്ച് പറയുന്ന ബാബ. ഇസ്നാദുൽ ഖബരിയിൻ്റെ അഹ്വാലിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. അഹ്വാലുൽ മുസ്നദിലൈ, അഹ്വാലുൽ മുസ്നദിലൈഹിയാണ് രണ്ടാമത്തത്. താനീഹ, അതിൽ നിന്ന് രണ്ടാമത്തത് അഹ്വാലുൽ മുസ്നദിലൈഹിയാണ്. അഹ്വാലുൽ മുസ്നദി, മുസ്നദിൻ്റെ അഹ്വാലാണ് മൂന്നാമത്തെ ബാബ്. അഹ്വാലു മുതഅല്ലിക്കാത്തിൽ ഫീലി, ഫീലിൻ്റെ മുതഅല്ലിക്കാത്ത്, ഫീലുമായി ബന്ധപ്പെട്ടതിൻ്റെ അഹ്വാല്, ഫീലിൻ്റെ മഫ്ഊല്, ഹാല് ഒക്കെ ഉണ്ടല്ലോ, ഹാല്, തമ്മീസ്, ഇങ്ങനെ തുടങ്ങിയതിൻ്റെ മുതഅല്ലിക്കാത്ത്, മജ്റൂറൊക്കെ വരും. വർഫും മജ്റൂറൊക്കെ ഫീലിൻ്റെ മുതഅല്ലിക്കാത്തായിട്ട് വരും. ജാർ മജ്റൂർ. വൽ ഖസ്റു, ഖസ്റുമാണ് അഞ്ചാമത്തത്. വൽ ഇൻഷാഉ, ഇൻഷാ ആണ് ആറാമത്തെ ബാബ്. വൽ ഫസ്ലു വൽ വസ്ലു, ഏഴാമത്തെ ബാബ് ഫസ്ല് വസ്ലാണ്. വൽ ഈജാസു വൽ ഇത്നാബു വൽ മുസാബാത്തു, എട്ടാമത്തെ ബാബ് ഈജാസ്, ഇത്നാബ്, മുസാബാത്ത് എന്നുള്ള. ഈജാസ് ലഫ്ദ് ചുരുക്കി പറയുക, മുസാബാത്ത് എന്ന ലഫ്ദിന് യോജിച്ചുണ്ട്, മാനയ്ക്ക് യോജിച്ചുണ്ട്, മാനയോട് യോജിച്ചുകൊണ്ട് ലഫ്ദ് കൊണ്ടുവരിക. ഇത്നാബ് എന്ന് പറഞ്ഞാൽ നീട്ടി പറയുക. അതൊക്കെ പറയാൻ പോകുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വഇന്നമൻ ഹസറ ഫിഹ, വഇന്നമൻ ഹസറ ഫിഹ, ഇൽമുൽ മആനി 8 ബാബിൽ മുൻഹസറാവാനുള്ള കാരണമാണ് പറയുന്നത്. ലിഅന്നൽ കലാമ ഇമ്മ ഖബറുൻ ഔ ഇൻഷാഉൻ, ലിഅന്നൽ കലാമ, കാരണം കലാം, ഇമ്മ ഖബറുൻ, ഒന്നിരിക്കൽ ഖബറായിരിക്കും, ഔ ഇൻഷാഉൻ, അല്ലെങ്കിൽ ഇൻഷാ ആയിരിക്കും. ലിഅന്നഹു, കാരണം കലാം, ലാ മഹാലത്ത, നിസ്സംശയം, യസ്തമിലു അലാ നിസ്ബത്തിൻ താമത്തിൻ ബൈന തർഫൈനി. കലാം കലാമാവണമെങ്കിൽ താമാ നിസ്ബ വേണം. യസ്തമിലു, അത് ഉൾക്കൊള്ളിക്കും, അലാ നിസ്ബത്തിൻ താമത്തിനൊരു താമാ നിസ്ബയെ, ബൈന തർഫൈനി, 2 തർഫിൻ്റെ ഇടയിൽ. അവിടെ ഒരു മുസ്നദും മുസ്നദിലൈ ഉണ്ടാവും, അതിൻ്റെ ഇടയിൽ താമാ നിസ്ബനെ ഉൾക്കൊള്ളിക്കുമ്പോഴേ കലാമാവുള്ളൂ. ഖായിമത്തിൻ ബി നഫ്സിൽ മുത്തകല്ലിമി, എങ്ങനെയുള്ള നിസ്ബയാണ്? അത് മുത്തകല്ലിമിൻ്റെ നഫ്സിൽ ഖായിമാണ്. ആ മുത്തകല്ലിമിൻ്റെ നഫ്സിൽ ഖായിമായ, മുത്തകല്ലിമിൻ്റെ മനസ്സിലുള്ള ഒരു നിസ്ബ ഉണ്ടാവും. വഹിയ, ആ നിസ്ബ, ആ 2 തർഫിൻ്റെ ഇടയിലുള്ള താമാ നിസ്ബ എന്ന് പറഞ്ഞാൽ തഅല്ലുഖ് അഹദി ഷൈഇനി, ഈ 2 തർഫും, ഈ മുസ്നദും മുസ്നദിലൈഹിം, അതിൽ നിന്നൊന്ന് ബന്ധപ്പെടുക, ബിൽ ആഖിരി, മറ്റതിനോട് ബന്ധപ്പെടുക, ബി ഐതു യസിഹു സുകൂത്തു അലൈഹി, അതിൻ്റെ മേൽ മുതകല്ലിമിന് അടങ്ങി നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ. ഇപ്പോൾ സൈദുൻ ഖായിമുൻ, അല്ലെ സൈദുൻ ലൈസ ബി ഖായിമീൻ എന്നൊക്കെ പറയാം. സവാഉൻ കാന ഈജാബൻ ഔ സൽബൻ, ആ തഅല്ലുഖ് ഈജാബാണെങ്കിലും സൽബാണെങ്കിലും. അപ്പോൾ മുതകല്ലിമിന് അടങ്ങി നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു താമാ നിസ്ബ. അങ്ങനെ മുസ്നദ് മുസ്ലൈനിൻ്റെ ഇടയിൽ, 2 തർഫിൻ്റെ ഇടയിലുള്ള തഅല്ലുഖിനാണ് നിസ്ബ എന്ന് പറയുന്നത്. അപ്പോൾ സൈദുൻ ഖായിമുൻ എന്ന് പറയുക, അല്ലെ സൈദുൻ ലൈസ ബി ഖായിം എന്ന് പറയുക. വെറും സൈദുൻ എന്ന് പറഞ്ഞാൽ, ഗുലാമു സൈദിൻ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സുക്കൂത്തിന് പറ്റില്ല. അവിടെ എന്ത് സൈദ്, എന്ത് ഗുലാമു സൈദ് എന്ന് ചോദ്യം ഉണ്ടാവുമല്ലോ. ആ മുത്തക്കല്ലിമിന് അടങ്ങി നിൽക്കാൻ പറ്റുന്ന രൂപത്തിൽ ഈ തർഫൈൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ മുസ്നദ് മുസ്നദിലൈൻ്റെ ഇടയിൽ ഒരു ബന്ധമുണ്ടായിരിക്കുക എന്നാണ് നിസ്ബ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സവാഉൻ കാന ഈജാബൻ ഔ സൽബൻ, ആ തഅല്ലുഖ് ഈജാബാവട്ടെ സൽബാവട്ടെ, ഔ ഗൈറുഹുമ, അല്ലെ രണ്ടും അല്ലാത്തതാവട്ടെ. ഏതുപോലെ കമാഫിൽ ഇൻഷായിയാത്ത്, ഇൻഷായിയാത്തുള്ളതുപോലെ. അപ്പോൾ ഇൻഷായിയ ജുംലയിൽ എന്തില്ല? ഈജാബ് സൽബുല്ലല്ലോ, ഇദ്രിബ് എന്ന് പറഞ്ഞു, അല്ലെ ലാ തദ്രിബ് എന്ന് പറഞ്ഞു. അതിനാൽ എന്തുണ്ടാവും? ഇജാബ് സൽബ് ഉണ്ടായിത്തീരും. പക്ഷേ ഇവിടെ ഇദ്രിബ് എന്നുള്ള ജുംലയിൽ എന്തില്ല? ഈജാബുല്ല സൽബുല്ല. ഹൽ ഇന്ദക കലമുൻ, എൻ്റെ അടുക്കൽ പേനയുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ ഈജാബുല്ല സൽബുല്ല. പക്ഷേ താലൂക്കുണ്ട് അവിടെ, മുസ്നദും മുസ്നദുലയായിട്ട് താലൂക്കുണ്ട്. അത് ഇൻഷായിയാത്തിലുണ്ട്,
ഖബരിയ ജുംലകളിലുണ്ട്. തഫ്സീറുഹ, ഈ നിസ്ബത്ത് തഫ്സീർ പറയൽ, ബി ഈഖായിൽ മഹ്കൂം ബിഹി അൽ മഹ്കൂം അലൈഹി, മഹ്കൂം ബിഹിനെ സംഭവിപ്പിക്കുക, മഹ്കൂം അലൈഹിൻ്റെ മേൽ സംഭവിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്നുള്ള ഖിയാമിനെ സെയ്ദിൻ്റെ മേൽ ഹുക്കുമ് ചെയ്യുക. ഖിയാമ് സെയ്ദിനിക്ക് തുബൂത്താണ് എന്ന് ഇദ്റാക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇംഫിയാലായി, അല്ല ഈഖാ എന്ന് പറയുമ്പോൾ ഫീലായി. എന്താണെങ്കിലും ആ സംഭവം ഇങ്ങനെ മഹ്കൂം ബിഹി മഹ്കൂം അലൈഹിൻ്റെ മേൽ ഹുക്കുമ് ചെയ്യുക. ആ ഹുക്കുമ് ഖബരിയ ജുംലയിലേ ഉണ്ടാവുള്ളൂ, അത് ഇൻഷായിലുണ്ടാവില്ല. ഈഖാവും ഇന്തിസാവും. ഔ സൽബുഹു അൻഹു, അല്ലെങ്കിൽ മഹ്കൂം ബിഹിനെ സൽബ് ചെയ്യുക, അൻഹു മഹ്കൂം അലീനെ തൊട്ട്. അപ്പോൾ സെയ്ദ് കായിമാണ് അല്ല സെയ്ദ് കായിമല്ല, തുബൂത്താക്കുകയും തുബൂത്താക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് നിസ്ബ എന്ന് പറയുന്നത് എന്ന തഫ്സീർ. ഖത്ഉം ഫി ഹാദൽ മക്കാമി, അത് ഈ മക്കാമിൽ പറയാൻ പറ്റില്ല. അല്ലാതെ ഈഖാ ഇന്തിസാ അല്ലെ ഈഖാ സൽബ് എന്ന് നിസ്ബക്ക് തഫ്സീർ പറയുന്നത് മുത്തലക്കൻ നൽകിയ ഖത്ത് ആണെന്നല്ല, ഇവിടെ അത് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലാ യശ്മലു നിസ്ബത്ത അല്ലത്തി ഫിൽ കലാമിൽ ഇൻഷായി, അത് ഇൻഷായിയ കലാമിൽ നിസ്ബനെ ഉൾക്കൊള്ളിക്കുകയില്ല. ഇൻഷായിയായ കലാമിൽ എന്തില്ല? ഈഖാവും ഇന്തിസാവുമില്ല, അവിടെ തഅല്ലുക്കേ ഉള്ളൂ. ഫലാ യസിഹു, അപ്പം ഫലാ യസിഹു തഖ്സീമു, അപ്പം തഖ്സീമ് പറ്റൂല. അപ്പം ഇങ്ങനെ കലാമ് ഒന്നിരിക്കൽ ഖബറായിരിക്കും അല്ല ഇൻഷാ ആയിരിക്കും എന്ന് പറയുമ്പോൾ, കലാമ് എന്ന് പറഞ്ഞാൽ ഒരു താമായ നിസ്ബയെ ഉൾക്കൊള്ളിച്ചതാണ് എന്ന് പറയുമ്പോൾ ആ നിസ്ബക്ക് എന്തർത്ഥം പറയാൻ പറ്റില്ല? ഈഖാ ഇന്തിസാ അല്ല ഈഖാ സൽബ് എന്ന് അർത്ഥം പറയാൻ പറ്റില്ല എന്ന്. അതടിസ്ഥാനത്തിൽ നിസ്ബക്ക് അങ്ങനെ അർത്ഥം പറയുമ്പോൾ ഇങ്ങനെ കലാമിനെ ഖബർ ഇൻഷായിലേക്ക് തക്സീം ചെയ്യാനും പറ്റില്ല എന്ന്. അപ്പോൾ ഈഖാ ഇന്തിസാ എന്ന് അല്ല ഈഖാ സൽബ് എന്ന് നിസ്ബക്ക് തഫ്സീർ പറയുന്നത് ഖത്ത് ആണ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഖത്ത് ആണെന്നല്ല, ഈ തഖ്സീം ചെയ്യുന്നിടത്ത് ഖത്ത് ആണ്. ഈ കലാമിനെ ഖബറിലേക്കും ഇൻഷായിലേക്കും തഖ്സീം ചെയ്യുമ്പോൾ രണ്ടിലും പറയാൻ പറ്റുന്ന ഒരർത്ഥമേ നിസ്ബക്ക് പറയാൻ പറ്റുള്ളൂ. ഈഖാ ഇന്തിസാ എന്ന് അല്ലെ സൽബ് എന്ന് ഹുക്കുമിന് അല്ലെ നിസ്ബക്ക്, നിസ്ബ എന്ന് പറഞ്ഞാൽ നിസ്ബത്ത് താമയാണിത്, മുത്തകല്ലിമിന് സുക്കൂത്തിന് പറ്റുന്ന നിസ്ബ. ഈ നിസ്ബക്ക് ഈഖാ ഇന്തിസാ എന്ന് ഖബരിയായ കലാമിൽ പറയാറുണ്ട്, പക്ഷെ അത് ഇൻഷായിൽ പറ്റില്ല. ഇൻഷായിൽ ഈഖാവുല്ല ഇന്തിസാവുല്ല, ഹുക്കുമില്ലല്ലോ, അങ്ങനെ ഹുക്കുമ് ചെയ്യലില്ല. ആ കലാമ് കൊണ്ട് ആ കാര്യം ഉണ്ടാക്കുന്നതിനാണ് എന്ത് പറയുക? ഇൻഷാ എന്ന് പറയാം. അല്ലാതെ ഇൻഷായിൽ ഹുക്കുമില്ല. അതുകൊണ്ട് അതിലുള്ള നിസ്ബയെ സംബന്ധിച്ച് തഅല്ലുക്ക് എന്നേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഈഖാ സൽബ് എന്ന് പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ ഫൽ കലാമു, കലാമ് ഇൻകാൻ നിസ്ബത്തി ഖാരിജുൻ, ആ കലാമിൻ്റെ നിസ്ബക്ക് ഖാരിജുണ്ടെങ്കിൽ, കലാമിൻ്റെ നിസ്ബക്ക് ഖാരിജുണ്ടെങ്കിൽ ഫി അഹദിൽ അസ്മിനത്തി തലാസത്തിൻ, മൂന്നാലൊരു കാലത്തിലുണ്ടെങ്കിൽ, ഐ യകൂനു ബൈന തറഫൈനി ഫിൽ ഖാരിജ് നിസ്ബത്തുൻ തുബൂത്തിയത്തുൻ ഔ സൽബിയത്തുൻ, അതായത് രണ്ട് തർഫ്, ഈ മുസ്നദ് മുസ്നദിലേക്ക്, അതിൻ്റെ ഇടയിൽ ഉണ്ടാകും ഫിൽ ഖാരിജ്, ഖാരിജിൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വാക്കയിൽ എന്നുള്ള അർത്ഥം, നിസ്ബത്തുൻ തുബൂത്തിയത്തുൻ ഔ സൽബിയത്തുൻ, തുബൂത്തിയായോ സൽബിയായ നിസ്ബ ഉണ്ടാവും. അങ്ങനെ നിസ്ബ ഉണ്ടെങ്കിൽ എങ്ങനത്തെ നിസ്ബ? തുതാബിഖുഹു, ആ നിസ്ബ ഖാരിജിയ നിസ്ബിനോട് യോജിക്കും. ഔലാ തുതാബിഖുഹുന, അല്ലെ യോജിക്കില്ല. എന്നാൽ ഫഖബറുൻ, അത് ഖബറാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫി അഹദിൽ അസ്മിനത്തി തലാസത്തി എന്ന് പറഞ്ഞത്, അപ്പോൾ ഈ കലാമിയ നിസ്ബക്ക് ഖാരിജിയ നിസ്ബ ഉണ്ടാവും. കലാമി അപ്പോൾ സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ
അവിടെ ഖാരിജിലും സെയ്ദ് ഖായിമാണ് അല്ലെ അല്ല എന്നുള്ളതുണ്ടാകും. അപ്പം ഈ കലാമിയ നിസ്ബക്ക് ഒരു ഖാരിജിയ നിസ്ബ ഉണ്ടായിരിക്കും. ആ ഖാരിജിയ നിസ്ബനോട് കലാമിയ നിസ്ബ യോജിക്കുകയാണെങ്കിൽ അല്ലെ യോജിക്കുകയാണെങ്കിൽ സിദ്ക്ക് എന്ന് പറയും, യോജിച്ചിട്ടില്ലെങ്കിൽ കദിബ് എന്ന് പറയും. എന്താണ് സിദ്ക്കിനും കദിബിനും ഇഹ്തിമാലുള്ള ഈ കലാമിനാണ് ഖബർ എന്ന് പറയുന്നത്. അപ്പോൾ ഫീ അഹദിൽ അസ്മിനത്തി തലാസത്തി എന്ന് പറഞ്ഞത് അത് ഇപ്പോൾ സെയ്ദുൻ സയഖൂമു, സെയ്ദ് പിന്നീട് നിൽക്കും എന്ന് പറയുമ്പോൾ, അപ്പോൾ ഇപ്പം സെയ്ദ് നിന്നിട്ടില്ലല്ലോ എന്നുള്ള നിലക്ക് ആ കലാം കാദിബാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കലാമിനുൽ നിസ്ബ അതിൽ പറയുന്നത് മുസ്തഖ്ബിലാണ് പറയുന്നതെങ്കിൽ ആ മുസ്തഖ്ബിൽ ചോദിച്ചാൽ മതി. അത് കാദിബല്ല, അതിനെയും കൂടി ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഫി അഹദിൽ അസ്മിനത്തി തലാസത്തി എന്ന് പറഞ്ഞത്. അപ്പം കലാമിൽ ആ നിസ്ബ പിന്നെ മാളി കാലത്ത് ഭൂതകാലത്താണ് എന്ത് നിസ്ബ ഉണ്ട് എന്ന് പറയുന്നത് കലാമിൽ. എന്നാൽ ഖാരിജിൽ ഭൂതകാലത്തുണ്ടായാൽ മതി, അല്ലെ വർത്തമാനകാലത്താണ്, എന്നാൽ വർത്തമാനകാലത്തുണ്ടായാൽ മതി. ഭാവി കാലത്തുണ്ടാകുമെന്നാണ് പറയുന്നത്, എന്നാൽ ഭാവി കാലത്തുണ്ടായാൽ മതി. അതിപ്പം വർത്തമാനകാലത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല, അതുകൊണ്ട് ആ കലാം കാദിബാകില്ല. മനസ്സിലായില്ലേ? അയ്യക്കൂന് ബൈന തർഫൈനി ഫിൽ ഖാരിജി നിസ്ബത്തും തുബൂത്തിയത്തും ഔ സൽബിയത്തും. അതായത് രണ്ട് തർഫിൻ്റെ ഇടയിൽ ഖാരിജിൽ തുബൂത്തിയോ സൽബിയ നിസ്ബ ഉണ്ടായിരിക്കും. തുതാബിഖുഹു ഐ തുതാബിഖു തിൽക നിസ്ബത്തു, ആ നിസ്ബ യോജിക്കും ദാലിക്കൽ ഖാരിജ, അത് ഖാരിജ നിസ്ബനോട്. ബിയൻ യകൂന തുബൂത്തിയൈനി ഔ സൽബിയൈനി, ആ രണ്ട് നിസ്ബയും ഖാരിജിയ നിസ്ബയും കലാമിയ നിസ്ബയും, കലാമിയ നിസ്ബ എന്നാൽ കലാമെന്ന് മനസ്സിലാക്കപ്പെടുന്ന നിസ്ബ, ആ നിസ്ബയും ഖാരിജിയ നിസ്ബയായിരിക്കുക, രണ്ട് തുബൂത്തിയായിരിക്കാം അല്ലെങ്കിൽ രണ്ട് സൽബിയായിരിക്കാം. അപ്പോൾ എന്തായിരിക്കാം? സെയ്ദുൻ ഖായിമുൻ എന്ന് പറയുമ്പോൾ ഖാരിജിലും സെയ്ദ് ഖായിമാണ്, അല്ലെ സെയ്ദുൻ ലൈസ ബി ഖായിമിൻ എന്ന് പറയുമ്പോൾ ഖാരിജിലും സെയ്ദ് ഖായിമല്ല. അപ്പോൾ രണ്ടും തുബൂത്തിയോ രണ്ടും സൽബിയോ ആകുമ്പോൾ യോജിച്ചതായിരിക്കും. ഔലാ തുതാബിഖുഹു, അല്ലെങ്കിൽ ഈ കലാമിലുള്ള നിസ്ബ ഖാരിജിനോട് യോജിക്കൂല. അതെങ്ങനെ? ബിയൻ തകൂന നിസ്ബത്തുൽ മഫ്ഹൂമത്ത് മിനൽ കലാമി, കലാമെന്ന് മനസ്സിലാക്കപ്പെടുന്ന നിസ്ബയാവുക തുബൂത്തിയത്തൻ, തുബൂത്തിയായിരിക്കുക. വല്ലത്തി ബൈനഹുമാ ഫിൽ ഖാരിജി, ആ രണ്ട് തർഫിൻ്റെ ഇടയിൽ നിസ്ബയായിരിക്കുക. ഫിൽ ഖാരിജി വൽ വാഖി, ഖാരിജിലും വാഖയിലും. ഖാരിജി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം വാഖിയാണ്, യഥാർത്ഥം നഫ്സുൽ അംർ എന്നുള്ള അർത്ഥമാണ്. സൽബിയത്തൻ, സൽബിയോ ആയിരിക്കുക. ഔ ബിൽ അക്സി, അല്ല നേരെ തിരിച്ചായിരിക്കുക. എന്ന് പറഞ്ഞാൽ കലാമെന്ന് മനസ്സിലാക്കപ്പെടുന്നത് സൽബിയും ഖാരിജിലുള്ളത് തുബൂത്തിയായിരിക്കുക. അപ്പോൾ യോജിക്കാതെ വന്നു. എന്നാ അപ്പോൾ ഖബറുൻ, എന്നാൽ അതിന് ഖബർ എന്നാ പറയാം. ഐ ഫൽ കലാമു ഖബറുൻ, അതായത് അപ്പോൾ കലാം ഖബറായിരിക്കും. അവിടെ ദസൂക്കി പറയുന്നുണ്ട്, അത് സിദക്ക് കദിബിന് ഇഹ്തിമാലുള്ള നിലക്കാണ് അതിന് ഖബർ എന്ന് പറയുന്നത്. ഇനി വമിനൈത് ഇസ്തിമാലു അൽ ഹുക്മി, അത് ഹുക്കുമിനെ ഉൾക്കൊള്ളിച്ച് എന്നുള്ള നിലക്ക് അതിന് പറയും ഖദിയാൻ. വമിനൈത് ഇഫാത്തു അൽ ഹുക്കുമ, അത് ഹുക്കുമിനെ ഫായിദപ്പിക്കുന്നുണ്ടെന്നുള്ള നിലക്ക് ഇഖ്ബാറുൻ, ഇഖ്ബാർ എന്ന് പറയാം. വമിനൈത് കൗനുഹു ജുസ് അ ദലീലിൻ, അത് ദലീലിൻ്റെ ജുസ് ആണ് എന്നുള്ള നിലക്ക് മുഖദ്ദിമ എന്ന് പറയും. വമിനൈത് യുത്ലബു ബി ദലീലി മത്ലൂബൻ, ദലീല് കൊണ്ട് തേടപ്പെടുന്നു എന്ന നിലക്ക് മത്ലൂബ് എന്ന് പറയും. വമിനൈത് കൗനുഹു ഹാസിലൻ മിന ദലീലി, ദലീലിൽ നിന്ന് ഹാസിലാകുന്നുണ്ട് എന്നുള്ള നിലക്ക് നതീജ എന്ന് പറയും. വമിനൈതു അന്നഹു യഖഉ ഫിൽ ഇൽമി, അത് ഇൽമിൽ സംഭവിക്കുന്നതാണ് എന്ന നിലക്ക് മസ്അല എന്ന് പറയും. അപ്പോൾ ഫദ്ദാത്തു വാഹിദത്തുൻ ബഖ്തിലാഫുൽ ഇബാറാത്തി ബിഅസ്ബി ഇഖ്തിലാഫിൽ ഇഅ്തിബാറാത്തി. അപ്പോൾ ഇവിടെ ഖബർ, ഖളിയ, ഇഖ്ബാർ, നതീജ, മുഖദ്ദിമ എന്നൊക്കെ പറയുന്നത്, മത്ലൂബ് എന്നൊക്കെ പറയുന്നത് മസ്അല എന്ന് പറയും. ആ പറയുന്നതൊക്കെ ഒന്ന് തന്നെയാണ്, അതിൻ്റെ ഇഅ്തിബാർ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് ഇബാറത്ത് വ്യത്യാസപ്പെടുന്നു എന്ന് മാത്രം. എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് ദസൂക്കി റഹിമഹുല്ലാഹ് അവിടെ പറയുന്നുണ്ട്. വയില്ല ഐ വയില്ലൻ യകുൻ ലിനിസ്ബതി ഖാരിജുൻ കദാലിക, വയില്ല അങ്ങനെയല്ലെങ്കിൽ,
അതായത് വഇല്ലം യകുല്ലി നിസ്ബത്തിഹി, ഈ കലാമിൻ്റെ നിസ്ബക്കില്ലെങ്കിൽ, ഖാരിജുൻ കദാലിക മേൽ പറഞ്ഞ രൂപത്തിലുള്ളൊരു ഖാരിജ് ഇല്ലെങ്കിൽ ഇപ്പം ഇൻഷാഉൻ ഇൻഷാണെന്ന്. മേൽ പറഞ്ഞ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ ഈ കലാമിയ നിസ്ബ അതിനോട് യോജിക്കുകയോ യോജിക്കാതിരിക്കുകയോ ചെയ്യുന്ന ഒരു ഖാരിജ് ഇല്ലെങ്കിൽ, ആ ഖാരിജ് ഇല്ലെങ്കിൽ ഇൻഷാ ആണെന്ന. അപ്പം മുസന്നിഫ് റഹിമഹുല്ലാഹിന്റെ കലാമെന്ന് മനസ്സിലാകുന്നത് ഖാരിജ് ഇല്ലാതിരിക്കുകയോ അല്ലെ ഖാരിജ് ഉണ്ട്, പക്ഷെ അത് ഈ പിന്നെ കലാമിലുള്ള നിസ്ബനോട് യോജിക്കുകയും യോജിക്കാതിരിക്കുകയും ചെയ്യുന്നില്ല, അപ്പോൾ അത് ഇൻഷാ ആണെന്നാണ് മനസ്സിലാകുന്നത്. മുസന്നിഫിൻ്റെ കലാമിൻ്റെ ലാഹിർ അങ്ങനെയാണ്. പക്ഷേ ഷാരി റഹിമഹുല്ലാഹ് ഇവിടെ തഹ്ഖീഖ് പറയുന്നുണ്ട്. ഷാരി റഹിമഹുല്ലാഹ് തഹ്ഖീഖാക്കുന്നത് ഇൻഷായിയ കലാമിനും ഖബരിയ കലാമിനും രണ്ടിനും ഖാരിജ് ഉണ്ടെന്നാണ്. ഖാരിജ് ഉണ്ട് എന്ന് മാത്രമല്ല, അത് കലാമിലുള്ള നിസ്ബനോട് യോജിക്കുകയും യോജിക്കാതിരിക്കുകയും ചെയ്യും, യോജിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഇൻഷായിയ കലാമും ഖബരിയ കലാമുമായിട്ടുള്ള വ്യത്യാസം, ഖബരിയ കലാമിൽ അവിടെ മുതാബക്കത്ത് ഉദ്ദേശിക്കുന്നുണ്ട്. മുതാബക്കത്തും അദമുൽ മുതാബക്കത്തും ഉദ്ദേശമുണ്ട്, ഖസ്ദുണ്ട്. ഇൻഷായിൽ ആ ഖസ്ദ് ഇല്ല എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇൻഷായിൻ്റെ ഖാരിജി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇദ്രിബ് എന്ന് പറഞ്ഞു, അല്ലെ ഖും എന്ന് പറഞ്ഞു. ഖും എന്ന് പറഞ്ഞാൽ ആ കലാമിലൊരു നിസ്ബുണ്ട്. കലാമിലുള്ള നിസ്ബ എന്താണ്? തലബുൽ ഖിയാം എന്ന, മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ തലബ് ചെയ്യുക എന്ന. ഹൽ സൈദുൻ ഖായിമുൻ, സൈദ് ഖായിമാണോ എന്നത് ഇൻഷാ ആണ്. ആ ഇൻഷായിന് കലാമിലൊരു നിസ്ബുണ്ട്. എന്താ കലാമിലുള്ള നിസ്ബ? അത് സൈദ് ഖായിമാണോ എന്ന് തേടുകയാണ്, അറിവിനെ തേടുകയാണ്. തലബുൽ ഫഹ്മ് മിനൽ മുഖാത്തബി, മുഖാത്തബിൽ നിന്ന് അറിവിനെ തേടുക എന്നുള്ളതാണ്. എന്നതുപോലെ ഖും എന്ന് പറയുമ്പോൾ മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ തേടുക എന്നുള്ളതാണ് അതിൻ്റെ കലാമിലുള്ള നിസ്ബ. ആ നിസ്ബ ഇവൻ ഈ വാക്ക് പറയുന്നതിൻ്റെ മുമ്പ് ഇവൻ്റെ മനസ്സിലൊരു നിസ്ബുണ്ട്. അതാണ് വാക്കയിലുള്ള നിസ്ബ പറഞ്ഞത്. ഇവൻ്റെ മനസ്സിൽ, മുത്തകല്ലിമിൻ്റെ മനസ്സിലുള്ള നിസ്ബ ഒന്നിരിക്കൽ ഖും എന്ന് പറയുമ്പോൾ അവൻ നിൽക്കണം എന്ന് തന്നെയാണ് ഇവൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അവൻ പറയുന്ന നിസ്ബയും ഖും എന്നുള്ളതാണ്. അപ്പോൾ മനസ്സിലുള്ള നിസ്ബയാണ് വാക്കയിലുള്ള നിസ്ബ എന്ന് പറയുന്നത്. വാക്കയിലുള്ള നിസ്ബയോട് അവൻ്റെ കലാമിലുള്ള നിസ്ബയും യോജിക്കുന്നുണ്ട് അവിടെ. ഇനി നിൽക്കരുത് എന്നാണ് അവൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അവൻ ഖും എന്ന് പറയുമ്പോൾ ഈ വാക്കയിലുള്ള നിസ്ബനോട് ഈ കലാമിലുള്ള നിസ്ബ യോജിക്കുന്നില്ല. എന്നതുപോലെ ഇവന് അറിയാൻ വേണ്ടിയിട്ടാണ് ഹൽ സൈദുൻ ഖായിമുൻ എന്ന് ചോദിക്കുന്നത്. അറിവിനെ തേടുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് ഇവൻ തേടുന്നതെങ്കിൽ അവൻ്റെ മനസ്സിൽ എന്താണ്? അറിയാൻ ആഗ്രഹമുണ്ട്. അവൻ്റെ മനസ്സിലും ആ തലബുണ്ടെങ്കിൽ അത് വാക്കയിനോട് യോജിച്ചെന്ന് പറയാം. അപ്പം ഇൻഷായിലും എന്തുണ്ട്? വാക്കയിനോട് യോജിക്കലും യോജിക്കാതിരിക്കലുമുണ്ട്. പിന്നെന്താണ്? ആ യോജിക്കലിനെ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാ വ്യത്യാസം. അതാണ് ഫർക്ക്. ഇൻഷായിൻ്റെയും ഖബറിൻ്റെ ഇടയിലുള്ള ഫർക്ക്. ഒന്ന് മുതാബക്കത്ത് ഉദ്ദേശിക്കുന്നുണ്ട്, ഒന്ന് മുതാബക്കത്തിനെ ഉദ്ദേശിക്കുന്നില്ല. അഥവാ ഈ ഖബരിയ ജുംല കൊണ്ട്, ഖബരിയ കലാമ് കൊണ്ട് എന്താണ് ഉദ്ദേശം? പിന്നെ ഖബരിയായ കലാമ് കൊണ്ടുള്ള ഉദ്ദേശം അവിടെ ഒരു സംഭവത്തെ ഹിക്കായത്ത് ചെയ്യലാണ്. ആ ഹിക്കായത്ത് എവിടെ ഉദ്ദേശിക്കുന്നില്ല, ഇൻഷായിൽ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് വ്യത്യാസം എന്ന് തഹ്ഖീഖായിട്ട് ഷാരി പറയുന്നുണ്ട്. അപ്പം മുസന്നിഫിൻ്റെ കലാമിൽ നിന്ന് ഈ ഉദ്ദേശം മുതാബക്കത്തിനെ ഉദ്ദേശിക്കണം എന്ന് ലാഹിർന്ന് കിട്ടുന്നില്ലെങ്കിലും പിന്നെ തുതാബിഖുഹു എന്ന് പറഞ്ഞാൽ അവിടെ മുതാബക്കത്ത് ഉദ്ദേശിക്കാതിരിക്കുക എന്നവിടെ അർത്ഥം പറഞ്ഞ് അങ്ങനെ വെച്ചു കൊടുത്താൽ ചിലപ്പോൾ ശരിയാക്കി എടുക്കാൻ പറ്റും മുസന്നിഫിൻ്റെ കലാമ് എന്ന് പറയാം. മുസന്നിഫിൻ്റെ കലാമിൽ ലാഹിർന്ന് അത് കിട്ടുന്നില്ല. അതാണ് ഇവിടെ ഷാരി റഹ്മത്തുള്ളാഹി വിവരിക്കുന്നത്. ഇപ്പോൾ തഹ്ഖീഖ് ദാലിക, ഇതിൻ്റെ തഹ്ഖീഖ് അന്നൽ കലാമ് ഇമ്മാൻ യകൂൻ നിസ്ബത്തുഹു ബിഐതു തഹ്സുലു മിനൽ ലഫ്ളി. ഇമ്മാൻ യകൂൻ നിസ്ബത്തുഹു കലാമിൻ്റെ നിസ്ബയായിരിക്കാം. ബിഐതു തഹ്സുലു മിനൽ ലഫ്ളി, ലഫ്ളിൽ നിന്ന് ഹാസിലാകുന്ന നിലക്കായിരിക്കാം. വയകൂനുൽ ലഫ്ളു
ലഫ്ളാവും മൂജിദൻ ലഹ, ആ നിസ്ബയെ ഉണ്ടാക്കുന്നതാവും. മിൻ ഗൈരി കസ്തിൻ ഇലാ കൗനി ദാലൻ അലാ നിസ്ബത്തിൻ ഹാസിലത്തിൻ ഫിൽ ബാഖി ബൈന ഷൈഅൈനി. മിൻ ഗൈരി കസ്തിൻ ഇലാ കൗനിഹി, ആ ലഫ്ളായിരിക്കണം എന്ന ഉദ്ദേശം കൂടാതെ ദാലൻ അത് അറിയിക്കുന്നതായിരിക്കണം. അലാ നിസ്ബത്തിൻ ഹാസിലത്തിൻ ഫിൽ ബാഖി, വാക്കിയിലുണ്ടായ നിസ്ബന്റെ മേൽ അറിയിക്കണമെന്ന ഉദ്ദേശമല്ല. ബൈന ഷയ്യൻ, രണ്ട് ഷയ്യിൻ്റെ ഇടയിൽ. വഹുവൽ ഇൻഷാ, അത് ഇൻഷാ ആണ്. അപ്പം ഇൻഷാ കും എന്ന് പറയുമ്പോൾ ആ കും എന്നുള്ള ലഫ്ളിനാലാണ് ആ നിസ്ബ ഉണ്ടാക്കുന്നത്. കും എന്ന ലഫ്ള് പറയുമ്പോഴാണ് ആ ഖിയാമിനെ തേടുക എന്നുള്ളത് ഉണ്ടാകുന്നത്. അപ്പോൾ വയക്കൂൻ ലഫ്ള് മൂജിദൻ ലഹ, ആ നിസ്ബനെ ഉണ്ടാക്കുന്നുണ്ട്. അത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിസ്ബതാണ് ഏത്? മുഖാത്തബിൽ നിന്ന് ഖിയാമിനെ തേടുക എന്നുള്ളതാണ്. പക്ഷെ എന്തില്ല, അതിൻ്റെ മേൽ അറിയിക്കണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ മേൽ അറിയിക്കണം എന്ന് ആ നിസ്ബൻ്റെ മേലിൽ യഥാർത്ഥത്തിലുണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുണ്ടായതാണ്. ആ മനസ്സിലുള്ള നിസ്ബൻ്റെ മേൽ അറിയിക്കണം എന്ന് ഉദ്ദേശമല്ല. അങ്ങനെ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഖബറായിത്തീരും. എന്ന് പറഞ്ഞാൽ നീ നിൽക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഒരീതു അൻ തഖൂമ എന്ന് പറഞ്ഞാൽ ഞാൻ നീ നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഖബറായി. അപ്പം ബാക്കിയിലുള്ള നിസ്ബന്റെ മേൽ അറിയിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ അത് ഖബറാവും. അപ്പം ഉദ്ദേശിക്കാതിരിക്കുക എന്നുള്ളതാണ് ഖബറും ഇൻഷാവുമായിട്ടുള്ള വ്യത്യാസം എന്നാണ് ഷാരി റഹ്മത്തുള്ളാഹി ഇവിടെ തഹ്ഖീഖാക്കുന്നത്. വഹുവൽ ഇൻഷാവ്, അതാണ് ഇൻഷാവ്. ഔ യകുൻ നിസ്ബത്തുഹു, അല്ലെങ്കിൽ ആ കലാമിൻ്റെ നിസ്ബിയാവും ബി ഐസു, ഒരു നിലക്കാവും. യുഖ്സദു, ഉദ്ദേശിക്കപ്പെടും, അന്നഹലഹ നിസ്ബത്തൻ ഖാരിജിയത്തൻ, അതിന് ഖാരിജിയ നിസ്ബണ്ട് എന്ന് ഉദ്ദേശിക്കപ്പെടും. തുതാബിക്കുഹ ഔലാ തുതാബിക്കുഹ, എങ്ങനത്തെ ഖാരിജിയ നിസ്ബ? ഈ കലാമിയ നിസ്ബ ആ ഖാരിജിയ നിസ്ബനോട് യോജിക്കും, അല്ലെങ്കിൽ ഔലാ തുതാബിക്കുഹ, അല്ലെങ്കിൽ യോജിക്കുകയില്ല. അങ്ങനെ ഉദ്ദേശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഫൗവൽ ഖബറു, അതാണ് ഖബർ. അപ്പോൾ ഇതിനെന്തുണ്ട്? ഒരു ഖാരിജിയ നിസ്ബയുമുണ്ട്, അതിനോട് മുതാബക്കത്ത് ഉണ്ട് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അല്ല ഉദ്ദേശിക്കുന്നില്ല, അപ്പോഴാണ് ഖബർ. കാരണം ലി അന്ന നിസ്ബത്ത ബിഐതു യുഖ്സദു എന്നുള്ളതിന് കാരണം പറയാം, അതിന് ഖാരിജിയ നിസ്ബ ഉണ്ട് എന്നുള്ളതിന് കാരണം. ലി അന്ന നിസ്ബത്തൽ മഫ്ഹൂമത മിനൽ കലാമി, കലാമിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന നിസ്ബ, അൽ ഹാസിലത ഫി ദിഹിനി, ദിഹിനിൽ ഹാസിലായ ആ കലാമിൽ നിന്ന് മനസ്സിലാക്കപ്പെടുന്ന നിസ്ബ, ലാബുദ്ദ അൻ യകൂന, ലാബുദ്ദ അൻ തകൂന ബൈന ഷയ്യൈനി, അത് രണ്ട് ഷയ്യിൻ്റെ ഇടയിൽ ഉണ്ടായാൽ അത്യാവശ്യമാണ്. രണ്ട് ഷയ്യിൻ്റെ ഇടയിൽ എന്ന് പറഞ്ഞാൽ മൗദൂ മഹ്മൂലിൻ്റെ ഇടയിലായിരിക്കും ആ നിസ്ബ, ആ കലാമിലുള്ള നിസ്ബ. വമഅ ഖത്ഇ നദരി അനി ദിഹിനി, വമഅ ഖത്ഇ നദരി അനി ദിഹിനി, ദിഹിനെ തൊട്ട് ഖത്ഇ നദറോട് കൂടെ, ദിഹിനിലുള്ള നോക്കാതെ. അപ്പോൾ ദിഹിനിലൊരു നിസ്ബ ഉണ്ട്, ദിഹിനിലൊരു നിസ്ബ ഉണ്ടായിരിക്കും. ആ നിസ്ബ നോക്കാതെ ലാബുദ്ദ അൻ യകൂന ബൈന ഹാദൈനി ഷൈനി ഫിൽ ബാഖി നിസ്ബത്തുൻ സുബൂത്തിയത്തുൻ, വാഖിയിൽ യഥാർത്ഥത്തിൽ ഒരു നിസ്ബ ഉണ്ടായിരിക്കും. ഇവൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും യഥാർത്ഥത്തിൽ ആ രണ്ട് കാര്യത്തിന്, ഇപ്പോൾ സെയ്ദുൻ ഖായിമുൻ ആണെങ്കിൽ സെയ്ദിൻ്റെയും ഖായിമിൻ്റെ ഇടയിൽ യഥാർത്ഥത്തിൽ ഒരു നിസ്ബ ഉണ്ടായിരിക്കും. നിസ്ബത്തുൻ തുബൂത്തിയത്തുൻ, തുബൂത്തിയ നിസ്ബയായിരിക്കും. ഒന്നിരിക്കൽ സെയ്ദ് ഖായിമായിരിക്കും, ഇവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടാവും. ബിയൻ യകൂന ഹാദാ ദാക, ഇത് അതാണ്, മൗദൂ മഹ്മൂലാണ് എന്ന് പറഞ്ഞാൽ സെയ്ദ് ഖായിമാണ് എന്നതുകൊണ്ട് നിസ്ബ ഉണ്ടാവും. ഔ സൽബിയത്തുൻ, അല്ലെ സൽബിയ നിസ്ബ ഉണ്ടാവും ബാക്കിയിൽ. ബി അല്ലാ യകൂന ഹാദാ ദാക, ഇത് അതല്ല, സെയ്ദുൻ ലൈസ ബി ഖായിമിൻ, അങ്ങനെ നിസ്ബ എന്തായാലും ഉണ്ടാവും. അലാ തറ, നീ കാണുന്നില്ലയോ, അന്നക്ക ഇദാ ഖുൽത, നിശ്ചയം നീ പറഞ്ഞാൽ, സെയ്ദുൻ ഖായിമുൻ, സെയ്ദുൻ ഖായിമുൻ എന്ന് പറഞ്ഞാൽ, ഫൈനൽ ഖിയാമ മസലൻ, നിശ്ചയം ഖിയാമ്, മസലൻ ഉദാഹരണമായിട്ട്, ഹാസിലുല്ലി സെയ്ദിൻ, അത് സെയ്ദിനിക്ക് ഹാസിലാണ് എന്നത് നീ കാണുന്നില്ലയോ. അത് കലാം സാധിക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഖിയാമ് സെയ്ദിന് ഹാസിലല്ല, അപ്പോൾ സെയ്ദിന് ഹാസിലാണ് അല്ലെങ്കിൽ ഹാസിലല്ല എന്നായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുക. അത് നീ കാണുന്നില്ലയോ. ഖത്അൻ, ഖത്അൻ എന്ന് പറഞ്ഞാൽ വൈൻ ഖത്തഅന നളറ അൻ ഇദ്റാക്കി ദിഹിനിന വഹുക്കുമിഹിൻ, ദിഹിനിൻ്റെ ഇദ്റാക്ക്, ദിഹിനിൻ്റെ ഹുക്കുമിനെ തൊട്ട് നളറിനെ നമ്മൾ കത്ത് ചെയ്താൽ എന്നാ കത്ത് എന്ന് പറഞ്ഞാൽ ജസ്മൻ എന്നല്ല.
അപ്പം നമ്മൾ ദിഹിനിൻ്റെ ഇതറാക്കിനെ തൊട്ട് കത്ത് ചെയ്ത് ദിഹിനിലേക്ക് നോക്കുന്നതല്ല. അങ്ങനെ ആയാൽ ഒന്നിരിക്കൽ വാക്കയിൽ സെയ്ദിന് ഖിയാമുണ്ട് അല്ലെ ഖിയാമില്ല എന്നതായിരിക്കും. അങ്ങനെ രണ്ടാലൊന്നുണ്ടായിരിക്കും, വാക്കയിൽ അതുണ്ടായിരിക്കും. അപ്പോൾ രണ്ടാൾ നിസ്ബ ഉണ്ടായിരിക്കും. ആ ഒന്നിരിക്കൽ ഈ കലാമിയ നിസ്ബ അതിനോട് യോജിക്കും അല്ല യോജിക്കില്ല. അങ്ങനത്തെ നിസ്ബ ഖാരിജിൽ ഉണ്ടായിരിക്കും എന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞത്. സവാഉൻ ഖുൽന, നമ്മൾ പറയട്ടെ, ഇന്ന നിസ്ബത മിനൽ ഉമൂരിൽ ഖാരിജിയ്യത്തി, ഈ നിസ്ബ ഉമൂർ ഖാരിജിയിൽപ്പെട്ടതാണ് എന്ന് പറയട്ടെ. ഔ ലൈസത്ത് മിൻഹ, അല്ലെ ഉമൂർ ഖാരിജിയിൽപ്പെട്ടതല്ല. നിസ്ബ എന്ന് പറയുന്നത് അതൊരു മൗജൂദായ കാര്യമാണ്, ഒരു ഖാരിജിയ മൗജൂദാണ് എന്ന് ഹുക്കമാ പറയുന്നുണ്ട്. എന്നാൽ അഹ്ലുസുന്നത്ത് പറയുന്നത് ഇത്തിബാരിയ കാര്യമാണെന്ന്. നിസ്ബ എന്ന് പറയുന്നൊരു മൗജൂദായ കാര്യമല്ല, അത് ഒരു ഇത്തിബാരിയാണെന്ന്. ഔ ലൈസത്ത് മിൻഹാൻ, അതിൽപ്പെട്ടതല്ല, ഖാരിജിയ ഉമൂറിൽപ്പെട്ടതല്ല. അത് പിന്നെന്താണ്, ഒരു ഇത്തിബാരിയായ അമ്രാണ്, ഒരു മൗജൂദായ അമ്രല്ല എന്നാണ് അഹ്ലുസുന്നത്ത് പറയുന്നത്. എങ്ങനെ പറഞ്ഞാലും ഇവിടെ ഖാരിജിയ നിസ്ബുണ്ട്, അങ്ങനെ ഹാസിലാകുക എന്നുള്ളതുണ്ട്. ഏത് സെയ്ദിന് ഖിയാമ് ഹാസിലാകുക എന്നുള്ളതുണ്ട്, അല്ലെ ഹാസിലല്ല എന്നുള്ളതുണ്ട്. വഹാദ, ഈ ഹാസിലാകുക എന്നുള്ളതാണ് മഅന വുജൂദിൻ നിസ്ബത്തുൽ ഖാരിജിയ്യത്തി. ഇതാണ് നിസ്ബത്തുൽ ഖാരിജിയ ഉണ്ട് എന്നുള്ളതിന് മഅന. അതുണ്ടല്ലോ, ആ ഹുസൂലുണ്ടല്ലോ, സെയ്ദിന് ഖിയാമ് ഹാസിലാവുക അല്ലെങ്കിൽ ഹാസിലാവാതിരിക്കുക എന്നുള്ളതുണ്ടല്ലോ, ഖാരിജിയായ നിസ്ബന്റെ വുജൂദുണ്ട്. അത് പിന്നെ അതിൻ്റെ മുതാബക്കത്തിനെ കസ്ത് ചെയ്യുമ്പോൾ ഖബറായി അല്ലെങ്കിൽ ഇൻഷാ ആയി എന്ന് സാരം. ഇൻഷാ അല്ലാഹ് തുടരും. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.